ഇത് തമാശയല്ല. Elon Musk is going to enter politics, and here's what you need to know. Tonight, on the heels of President Trump signing his massive domestic policy bill into law, his former close ally, Elon Musk, announcing the formation of a new political party. ട്രംപിന്റെ പുതിയ ബില്ലിനെ തുടർന്ന് അമേരിക്ക പാർട്ടി എന്ന് പറയുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി അമേരിക്കയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് മസ്ക് ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ പിന്നിലെ റിയാലിറ്റി വളരെയധികം ഡിഫറന്റ് ആണ്. അമേരിക്കയിൽ മെയിനായിട്ടും രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണുള്ളത്, ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും. 160 വർഷത്തോളമായിട്ട് ഇന്നേ വരെ മറ്റൊരു തേർഡ് US പൊളിറ്റിക്കൽ പാർട്ടി ഇന്നേ വരെ ഭരണത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം അമേരിക്കയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങുക എന്ന് പറയുന്നത് വളരെയധികം ചലഞ്ച് ഏറിയ ഒരു കാര്യമാണ്. ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട് അതിന്. പല സ്റ്റേറ്റ്സിൽ നിന്ന് രജിസ്റ്റേർഡ് വോട്ടേഴ്സിൽ നിന്ന് സിഗ്നേച്ചേഴ്സ് പ്രൊക്യൂർ ചെയ്യണം. അതിന് ഒരുപാട് പണവും വേണം, ടൈമും വേണം, നല്ല തോതിലുള്ള വളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ നമ്മുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന നിരനിരയായിട്ടുള്ള ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ജനങ്ങളെ സപ്പോർട്ടേഴ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ മീഡിയയിൽ നമ്മൾ കാണുന്ന ഈ ഡിബേറ്റ്സും പ്രകടനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമുള്ള ഫണ്ട് റിക്വയർമെൻറ്റ്സും വോട്ട് റിക്വയർമെൻറ്റ്സും ഉണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 270ഓളം ഇലക്ട്രൽ വോട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ ഡിബേറ്റിൽ പങ്കെടുക്കാൻ തന്നെ പറ്റുകയുള്ളൂ. ഇതിനൊക്കെ പുറമെ നല്ല രീതിയിൽ വലിയ തോതിൽ ഫണ്ടും കയ്യിൽ വേണമെന്നുള്ളതാണ് ഒരു തേർഡ് പാർട്ടി തുടങ്ങുമ്പോൾ. ഈ ഡെമോക്രാറ്റ്സിൻ്റെയും റിപ്പബ്ലിക്സിൻ്റെ കയ്യിലൊക്കെ നല്ല രീതിയിൽ ഫണ്ട് കളക്ഷൻ ഉണ്ട്. കാരണം ടെക് ഫാർമ കമ്പനീസ്, ബിഗ് ബില്യനേഴ്സ്, ഇവരൊക്കെ ഇവരുടെ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യും ഫ്യൂച്ചറിലേക്കുള്ള പരസ്പര ബെനിഫിറ്റുകൾക്ക് വേണ്ടിയിട്ട്. ജനുവരി 2023 ടു ജൂലൈ 2024 മാത്രം റിപ്പബ്ലിക്കൻസ് $662 മില്യൺ, അതുപോലെ തന്നെ ഡെമോക്രാറ്റ്സ് $773 മില്യൺ റേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പൊളിറ്റിക്കൽ പാർട്ടി US സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ബാലറ്റ് ലോസ് പാർട്ടിയെ തടയാൻ ശ്രമിക്കും. നല്ല രീതിയിൽ പണം വേണ്ടതായിട്ടുണ്ട്, നല്ല രീതിയിലുള്ള മീഡിയ ക്യാമ്പയിൻസും മീഡിയ സപ്പോർട്ട്സും നിർബന്ധമാണ്. സോ ഫോമിംഗ് എ തേർഡ് പാർട്ടി or political party in the US is very complicated, but not for Elon Musk. കാരണം വേൾഡ്സ് റിച്ചസ്റ്റ് മാൻ ആണ്, കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. പിന്നെ US ഈ ബാലറ്റ് ലോസ് ഇലോൺ മസ്കിന് ഒരു കോംപ്ലിക്കേഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട്. എന്തിന് ഇലോൺ മസ്കിൻ്റെ ട്വീറ്റ് കൊണ്ട് മാത്രം സ്റ്റോക്ക് പ്രൈസസിൽ വേരിയേഷൻസ് എന്ന കമ്പനീസിൻ്റെ ചരിത്രങ്ങൾ വരെയുണ്ട്. സോ ഇനിയിപ്പോൾ മീഡിയ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രൽ കണ്ടീഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇലോൺ മസ്ക് ആക്ച്വലി ഹാസ് എൻ അഡ്വാൻറ്റേജ് ഹിയർ. ബ്രോ ഈവൻ ഹാസ് ഹിസ് ഓൺ പ്ലാറ്റ്ഫോം ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ ആൻഡ് ടു കണ്ടക്ട് ക്യാമ്പയിൻസ്. അതുപോലെ കറൻ്റ്ലി ഉള്ളൊരു ഡാറ്റ പ്രകാരം അറൗണ്ട് 2/3 ഓഫ് അമേരിക്കൻസും വിശ്വസിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഒരു തേർഡ് പാർട്ടി അമേരിക്കയിൽ വേണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇലോൺ മസ്കിൻ്റെ അമേരിക്ക പാർട്ടി എന്ന പാർട്ടിയിൽ ഇത് സാധാരണക്കാരൻ്റെ ശബ്ദമാണ്, അല്ലെങ്കിൽ ഇത് എന്താ പറയുക പീപ്പിൾസ് പാർട്ടിയാണ് എന്നൊക്കെ പരാമർശങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സോ വാട്ട് ഡു യു തിങ്ക്? ക്യാൻ ഇലോൺ പുൾ ദിസ് ഓഫ്? അമേരിക്ക പാർട്ടി ഒരു സക്സസ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ക്യാൻ ഇലോൺ മസ്ക് റൺ ഫോർ ബിക്കമിങ് ദി അമേരിക്കൻ പ്രസിഡന്റ്? നിങ്ങൾ പറ കമൻറ്റ് ബോക്സിലൂടെ.